കള്ളാടി ദുരന്ത പശ്ചാത്തലത്തിൽ വയനാട് തുരങ്കപാത നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കും. ദുരന്തത്തിൽ ഇരട്ട അന്വേഷണത്തിന് തീരുമാനം. മണ്ണിടിച്ചിൽ ഉണ്ടായതിന് പിന്നിലെ കാരണങ്ങൾ പരിശോധിക്കും. കേന്ദ്രം നൽകിയ പാരിസ്ഥിതിക അനുമതിയിലെ നിബന്ധനകൾ പാലിച്ചാണോ നിർമ്മാണ പ്രവൃത്തികളെന്നും അന്വേഷിക്കും. സ്വാഭാവിക മണ്ണിടിച്ചിൽ ഉണ്ടായോ എന്ന് സംശയമുണ്ടെന്നും വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി അല്പസമയത്തിനകം വയനാട് കള്ളാടി സന്ദർശിക്കും. മണ്ണിടിച്ചിലിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. തെരച്ചിലിന് തടസ്സമായി കനത്ത മഴ. ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹം വിമാനത്തിൽ നാട്ടിലെത്തിക്കും. ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം. വിഴിഞ്ഞം പോർട്ട് ഓഹരി കൈമാറ്റം ആദ്യം അറിഞ്ഞത് പിണറായി സർക്കാരെന്ന് മുഖ്യമന്ത്രി. ജൂൺ 5-ന് ദേശാഭിമാനി വാർത്ത ഉയർത്തി മുഖ്യമന്ത്രിയുടെ ചോദ്യം. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ. ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ഇതെങ്ങനെ വന്നു ഈ വാർത്ത? എവിടെ നിന്ന് കിട്ടി ഈ സോഴ്സ്? ദേശാഭിമാനി പത്രത്തിൽ എവിടെ നിന്നാണ് ഈ സോഴ്സ് കിട്ടിയത്? കേരള താൽപര്യം ബലി കഴിച്ച് ഒരു തീരുമാനവും എടുക്കില്ലെന്നും മുഖ്യമന്ത്രി. PSCയിലെ ക്രമക്കേടുകൾ IG അജിത ബീഗം അന്വേഷിക്കും. വിഴിഞ്ഞത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി CPM. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് മുൻകൂർ അറിവ് മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുവെന്ന് MV ഗോവിന്ദൻ. മംഗലാപുരം സന്ദർശനം ഇതിനു വേണ്ടി കൂടിയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ് വിഴിഞ്ഞത്തെക്കുറിച്ച് രാഗേഷ് പ്രതികരിച്ചതെന്നും ഗോവിന്ദൻ. കശുവണ്ടി അഴിമതി കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികളെ സഹായിക്കാൻ സർക്കാർ ശ്രമിച്ചെന്ന ഹൈക്കോടതി. മുൻ സർക്കാരിനേക്കാൾ മോശം നിലപാടെന്നും വിമർശനം. പ്രതി ഉദ്യോഗസ്ഥരിലൂടെ വ്യവസായ വകുപ്പ് ഭരിക്കുന്നുവെന്നും കോടതി. വിവാദ ഉത്തരവിറക്കിയ വ്യവസായ വകുപ്പ് സെക്രട്ടറിക്കെതിരെ കോടതിയലക്ഷ്യ നടപടി. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പ്രതികാരവുമായി ഇറാൻ. ബഹ്റൈന് നേരെയും കുവൈത്തിന് നേരെയും മിസൈൽ വർഷം. US-ന്റെ 5ാം കപ്പൽപ്പടയെയും വിവിധ വ്യോമത്താവളങ്ങളെയും ലക്ഷ്യം വെച്ച് ആക്രമണം. 85 കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് IRGC. ഇനി കീഴടങ്ങില്ലെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ. വീണ വിജയന്റെ പിണറായിയിലെ ഭൂമി പരിശോധിച്ച് ED. 80 സെന്റ് ഭൂമി പരിശോധിച്ചത് വില്ലേജ് ഓഫീസറുടെ സഹായത്തോടെ. പിണറായിയുടെ വീടിന് സമീപത്തുള്ള ഭൂമിയും പരിശോധിച്ചു. നികുതി രേഖകൾ ED ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി. ഓണം ബമ്പറിന്റെ സമ്മാന ഘടനയിൽ മാറ്റം. 30 കോടി ഇനി 1ാം സമ്മാനം. 2ാം സമ്മാനമായിരുന്ന 1 കോടി തുടരും. 50 ലക്ഷമായിരുന്ന 3ാം സമ്മാനം 25 ലക്ഷമാക്കി. ടിക്കറ്റ് വില 500 തന്നെ തുടരും. ആവേശപ്പോരിൽ ഈജിപ്തിനെ കീഴടക്കി അർജന്റീന ലോകകപ്പ് ക്വാർട്ടറിൽ. മെസ്സിപ്പടയുടെ ജയം 2-3 ഗോളുകൾക്ക്. ഷൂട്ടൌട്ടിൽ കൊളംബിയയെ തകർത്ത് സ്വിറ്റ്സർലൻഡും ക്വാർട്ടറിൽ പ്രവേശിച്ചു.